ഹായ് ആൻഡ് ഹലോ, വെൽക്കം ബാക്ക് ടു ലൈഫ് ആൻഡ് സ്മൈൽസ് വിത്ത് ഉണ്ണിമായ. അപ്പോൾ ഇത് 3rd ഡേ ഓഫ് ഒരു തായ്ലൻഡ് ട്രിപ്പാണ്. 2nd ഡേ ഇൻ തായ്ലൻഡുമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഐറ്റിനറി എന്ന് പറയുന്നത് കോറൽ ഐലൻഡ് ആൻഡ് സാങ്ച്വറി ഓഫ് ട്രൂത്ത് ആണ്. അപ്പോൾ കോറൽ ഐലൻഡിൽ രാവിലെ 9 o'clock തന്നെ വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ക്യാബിൽ നമ്മളെ ഇവിടെ കൊണ്ട് അവർ ഡ്രോപ്പ് ചെയ്യും. എന്നിട്ട് ഇതുപോലെ ടിക്കറ്റ്സൊക്കെ നേരത്തെ അവരെടുത്തിട്ടുണ്ടായിരുന്നുകൊണ്ട് തന്നെ നമുക്ക് അവർ കയ്യിലൊക്കെ എന്തൊക്കെയോ സ്റ്റാമ്പ് ചെയ്യും. അതിനുശേഷം ഭയങ്കര വെയിലായിരുന്നുകൊണ്ട് തന്നെ നിൽക്കുന്ന പുള്ളിക്കാരുടെ നിന്ന് ഞങ്ങൾ 5 പേരും ഓരോ തൊപ്പി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഭയങ്കര വെയിലാണ്, പക്ഷെ നല്ല സ്ഥലമാണ് കേട്ടോ. ഭയങ്കര ബീച്ച് സൈഡിൽ നല്ല സ്ഥലമാണ്. അതെ, മിൻഷ പറഞ്ഞ പോലെ ചില്ലിങ് അറ്റ് പട്ടായ. അതെ, എന്നിട്ട് നമ്മളിങ്ങനെ ബ്രിഡ്ജിൽ കൂടെ നടന്നിട്ട് നമ്മുടെ ഒരു സ്പീഡ് ബോട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അതൊരു ഷെയ്ഡ് ബോട്ടായിരിക്കും. ആ ബോട്ടിനുള്ളിലേക്ക് നമ്മളെ അവർ പറയുന്ന ബോട്ടിലേക്ക് നമ്മൾ എൻട്രി ചെയ്യുക. എന്നിട്ട് അവർ നമ്മളെ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും. അവിടെയാണ് എല്ലാ വാട്ടർ ആക്ടിവിറ്റീസും ഉള്ളത് കേട്ടോ. അവിടെ പാരാസെയിലിംഗ്, സ്ക്യൂബ, അങ്ങനെ കുറേ ജെറ്റ്സ്കി, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ചെന്നുടനെ ഒരാൾ ഇംഗ്ലീഷ് ഓർ ഹിന്ദിയിൽ നമുക്കത് പറഞ്ഞു തരും. എത്രയാണ് റേറ്റ് എന്ന് പറഞ്ഞു തരും. അതിലേക്ക് നമ്മൾ എന്താ പറയുക, അത് ചെയ്യാനായിട്ട് അവർ ഭയങ്കരമായിട്ട് നമ്മളെ നിർബന്ധിക്കും കേട്ടോ. അപ്പം ഞങ്ങൾ മുൻപ് തന്നെ കുറേ പേര് പറഞ്ഞറിയുന്നുള്ളതുകൊണ്ട് പാരാസെയിലിംഗ് ആണ് വേർത്ത് മണിന്ന് തോന്നിയത് കൊണ്ട് അതാണ് ചൂസ് ചെയ്തത്. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ബിനിഷയാണ് കേട്ടോ ആദ്യമേ റെഡിയായി പോയത്. അപ്പം ആദ്യം തുടങ്ങുന്ന സമയത്ത് അധികം ആളുണ്ടായിരുന്നില്ല. പതുക്കെയാണ് ആളുകൾ കൂടി വന്നത്. അപ്പം ആദ്യം ബിനിഷ പോയപ്പോൾ ഞങ്ങളൊന്ന് പേടിച്ചു, ഒന്ന് ചെറുതായിട്ടൊന്ന് കമന്നിട്ടാണ് പോയത്. പക്ഷേ ബിനിഷയ്ക്ക് 2 റൗണ്ട് അവർ ഫുള്ള് കറക്കി കേട്ടോ. ഭയങ്കര അടിപൊളിയാണ് ഈ സംഭവം എന്ന് പറയുന്നത്. പക്ഷേ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു എല്ലാവരും. ആക്ച്വലി എക്സ്ട്രാ പേയ്മെൻ്റ് ആണ്. അതായത് ടോട്ടൽ വാട്ടർ ആക്ടിവിറ്റീസ് എല്ലാം കൂടെ ഇൻക്ലൂഡഡ് ആണെങ്കിൽ എനിക്ക് തോന്നുന്നു പെർ ഹെഡ് 2500 ബാത്ത് ആയിരുന്നു. ഞങ്ങൾ ഇത് മാത്രം ചൂസ് ചെയ്തതുകൊണ്ട് പെർ ഹെഡ് 800 ബാത്ത് പേയ്മെൻറ്റ് ചെയ്തു. പറന്നു പോകുന്നത് ഞാനാണ്. അപ്പോൾ അവരതിൽ നമ്മളെ എല്ലാം ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഒന്ന് ചെറുതായിട്ട് ഓടി വേണം നമ്മൾ അതിലേക്ക് അവരങ്ങ് പോവല്ല. ഓടിയില്ല എന്നുണ്ടെങ്കിൽ കാല് മുറിയാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ ഇറങ്ങുമ്പോഴും നമ്മളൊന്ന് ജമ്പ് ചെയ്ത് ഇറങ്ങില്ല എന്നുണ്ടെങ്കിൽ കാലിന് ചെറിയ ഇഞ്ചുറീസ് വരാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ വന്നവർ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് നമ്മളോട് നേരത്തെ തന്നെ പറയും അങ്ങനെ ഒക്കെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. പുറകെ നയന വരും. അങ്ങനെ പാരാസെയിലിംഗ് കഴിഞ്ഞ് നമ്മൾ പോകുന്നത് കോറൽ ഐലൻഡിലോട്ട്. പക്ഷെ അടിപൊളി എക്സ്പീരിയൻസ്. വീണ്ടും നമ്മളെ അവിടെ നിന്നൊരു സ്പീഡ് ബോട്ട് കയറ്റിയാണ് കേട്ടോ കോറൽ ഐലൻഡിലേക്ക് കൊണ്ടുപോകുക. ചില വാട്ടർ ആക്ടിവിറ്റീസൊക്കെ അവിടെയാണ് ഉണ്ടാവുക. ജെറ്റ് സ്കീ, സ്പീഡ് ബോട്ടൊക്കെ അവിടെയാണ്. അത് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയി ബീച്ചിൽ എൻജോയ് ചെയ്യാം. അപ്പം ഇവിടെ നിന്നൊരു സ്പീഡ് ബോട്ട് കയറ്റിയതാ ഇവിടെയാണ് കൊണ്ടിറക്കിയത്. ഭയങ്കര അടിപൊളി ബീച്ചാണ് കേട്ടോ. പക്ഷെ ഒടുക്കത്തെ വെയിലാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന കോറൽ ഐലൻഡിലാണ്. ഭയങ്കര വെയിലാണ് കേട്ടോ, ഒടുക്കത്തെ വെയിൽ, കരിഞ്ഞ്. പക്ഷെ അടിപൊളിയാണ്. എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? അടിപൊളി. ബീച്ച് എങ്ങനെയുണ്ട്? ബീച്ച് സൂപ്പറാണ്, പക്ഷെ കരിയും, നന്നായിട്ട് കരിയും. പക്ഷെ അടിപൊളി ബീച്ചാണ്. വൈറ്റ് സാൻഡ്. എവരിത്തിങ് ഐഫോണിന്റെ വിവിഡിലാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ബിക്കോസ് വി ഓൾ ബിക്കേം ബ്ലാക്കീസ്.
ഭയങ്കര ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ് കേട്ടോ. നമുക്കിങ്ങനെ അടിഭാഗം ഇങ്ങനെ കാണാൻ പറ്റും, വൈറ്റ് സാൻഡും ഇങ്ങനെ വെള്ളത്തിൻ്റെ അടിയിൽ ഇങ്ങനെ കാണാൻ പറ്റും. നമ്മുടെ ഒന്നും ഇവിടെ നാട്ടിലെ ബീച്ചിലൊന്നും ഇറങ്ങിയാൽ നമുക്ക് അങ്ങനെ ഒരു ഇത്രയും ക്ലിയർ ആയിട്ടുള്ളൊരു വ്യൂ കിട്ടില്ല. അപ്പോൾ നമ്മളിതെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീണ്ടും നമ്മൾ ഫുഡ് കഴിക്കാൻ ഒരു സ്ഥലത്ത് അവർ ഡ്രോപ്പ് ചെയ്യും കേട്ടോ. 1 മണിയൊക്കെ ആയപ്പോഴത്തേക്കും അവിടെ ഇങ്ങനെ നമ്മൾ അവിടെ നിന്നെടുത്ത ഫോട്ടോസും എല്ലാ സ്ഥലങ്ങളും ഇതുപോലെ ഫ്രെയിം ചെയ്ത് വെച്ചേക്കും. നമുക്ക് വേണമെങ്കിൽ 100 ബാത്ത് കൊടുത്ത് വാങ്ങിക്കാം. അപ്പോൾ ഞങ്ങൾ അത് വാങ്ങി കേട്ടോ, പാരാസെയിലിങ്ങിൻ്റെ അത് വാങ്ങി. അത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒരു ലഞ്ച് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ഒരു ബൊഫെ. അപ്പം അതും ഫുഡും കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഇവർ തന്നെ നമ്മുടെ ഹോട്ടലിൽ ഡ്രോപ്പ് ചെയ്യും. അത് ഏകദേശം ഒരു 1:30, 2 o'clock ഒക്കെ ആയപ്പം നമ്മൾ തിരിച്ച് ഒരു ഷെയർഡായിട്ടുള്ളൊരു ക്യാബിൽ നമ്മുടെ ഹോട്ടലിലേക്ക് ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ ഇതെല്ലാം പാക്കേജിൽ അവർ അറേഞ്ച് ചെയ്ത് തന്നിരിക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ റൂമിൽ വന്നൊന്ന് ഫ്രഷായി. ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമുക്ക് അടുത്ത ക്യാബ് നമ്മുടെ ഹോട്ടലിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരെ സാങ്ച്വറി ഓഫ് ട്രൂത്തിലേക്കായിരുന്നു കേട്ടോ പോകുന്നത്. അപ്പം നമ്മളെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് അവിടെയും ഒരു ടിക്കറ്റ് ഉണ്ട്. അപ്പോൾ ഡ്രൈവറാണ് അതെല്ലാം സെറ്റ് ചെയ്ത് തരുന്നത്. നമുക്ക് എല്ലാവർക്കും ഒരു ബാൻഡ് കയ്യിൽ കെട്ടിത്തരും കേട്ടോ. അതാണ് നമ്മുടെ എൻട്രി ടിക്കറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ ഈ പോകുന്ന വഴിയിൽ കണ്ടോ 50 ബാത്താണ് നമ്മുടെ ആട്ടിൻകുട്ടിക്ക് പാൽ കൊടുക്കാനായിട്ട്. 50 ബാത്ത് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 125 റുപ്പീസ്. അങ്ങനെ ഇപ്പം ആട്ടിൻകുട്ടി പാൽ കുടിക്കണ്ടെന്നും പറഞ്ഞ് ഞങ്ങളും നടന്നു കേട്ടോ. പിന്നെ അവിടെ ഇങ്ങനെ കുതിരയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ അവിടെ ഇരുന്നൊക്കെ ഫോട്ടോസ് എടുക്കാം. പട്ടായയിലെ മെയിൻ അട്രാക്ഷനായ സാങ്ച്വറി ഓഫ് ട്രൂത്ത് കാണാനാണ് നമ്മൾ പോകുന്നത്. ഒന്ന് കാണിച്ചു കൊടുക്കും മാം. റൂട്ട് മാപ്പ് ഞങ്ങൾ ഈ വഴി മൊത്തം ഇങ്ങനെ വ്യൂ പോയിന്റ്സ് വഴി തെറ്റ് തിരിച്ച് പോവാതിരിക്കുന്നു. സഹായിക്കാൻ മാപ്പും കുറുമതിയൊക്കെ. നേരെ നടന്ന് ചെല്ലുമ്പോൾ കാണുമ്പോൾ നമ്മൾ ഈ ഒരു സാങ്ച്വറി ഓഫ് ട്രൂത്തിൻ്റെ മുകൾ ഭാഗം ഉണ്ടല്ലോ, ഒരു ലോങ് വ്യൂ ആണ് നമ്മൾ കാണുന്നത്. ഭയങ്കര രസമാണ്, ഭയങ്കര ഭംഗിയാണ്. ഇത് ശരിക്കും ഇതിനെയാണ് നമ്മൾ അടുത്ത് പോയി കാണാൻ പോകുന്നത്. അപ്പം നടന്നു പോകുന്ന വഴി എന്ന് പറയുന്നത് ഇതുപോലെയൊക്കെയാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. ഒന്നും ഉണ്ടാക്കി വെച്ചേക്കണെന്ന് തോന്നുന്നേ. അല്ലടി, നാച്ചുറൽ, എല്ലാം നാച്ചുറൽ. നമ്മളെങ്ങോട്ടാ പോകുന്നത്? നമ്മൾ പോയി പോകുന്നത് സാങ്ച്വറി ഓഫ് ട്രൂത്ത്. എന്തെങ്കിലും ഉണ്ണിമയുടെ ചാനൽ ക്ലിക്ക് ആവുമ്പോൾ പിന്നെന്താ ഇതുപോലെ ഓരോ തൊപ്പി എല്ലാവർക്കും തരും കേട്ടോ. ആക്ച്വലി അതെന്തിനാണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. കൺസ്ട്രക്ഷൻ വർക്ക്, ഫാർമസി, ബിടെക് ഇതെല്ലാം കഴിഞ്ഞ് കൺസ്ട്രക്ഷൻ സൈറ്റിൽ പോകുന്ന കുറച്ച് ബംഗാളികളെ കാണാം. ബംഗാളി നമ്പർ 1, ബംഗാളി നമ്പർ 2, 4, ബംഗാളി 5 അങ്ങെത്തി. ആസ് പെർ ദ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ കാർവിംഗ് വർക്ക്ഷോപ്പ് വരെ എത്തിയിരിക്കുകയാണ്. അതെ, അങ്ങനെ നമ്മൾ കാർവിംഗ് വർക്ക്ഷോപ്പിൽ എത്തിയിരിക്കുകയാണ്. അവിടെ ഒരുപാട് ജോലിക്കാരിരുന്ന് ഇങ്ങനെ കൊത്തുപണികളൊക്കെ ചെയ്ത് വലിയ വലിയ ശില്പങ്ങളൊക്കെയാണ് കേട്ടോ അവരുണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഭയങ്കര നല്ലൊരു കാഴ്ചയാണ്. നമുക്ക് പോകുന്ന വഴിയിൽ മൊത്തം ഇതിങ്ങനെ കാണാൻ കേട്ടോ അവരിരുന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ നേരെ ചെന്നിറങ്ങുന്നത് നമ്മുടെ സാങ്ച്വറി ഓഫ് ട്രൂത്തിൻ്റെ ആ ഒരു കാഴ്ചയിലേക്കാണ് കേട്ടോ. എല്ലാവരും ഭയങ്കര ഭംഗിയാണ് ഇത് നേരിട്ട് കാണാൻ. ഇതിലെത്രത്തോളം അതിൻ്റെ ഭംഗി അറിയുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇത് ഭയങ്കര രസമാണ് കാണാൻ. ഇത് ഫുള്ള് തടിയിൽ ഇങ്ങനെ
കുത്തി വെച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെയൊക്കെ ഓരോരോ ശില്പങ്ങൾ കുത്തി വെച്ചിട്ടുണ്ട്. ഗണപതി, ശിവൻ എല്ലാവരും ഉണ്ട് കേട്ടോ ഇതിനകത്ത്. ഭയങ്കര രസമാണ് ഇത് ഓരോന്നും. ഇത് ഒരു തുള്ളി കല്ലില്ല എന്ന് തന്നെ പറയാം. ഫുള്ള് പടികൾ മുതൽ ആ ഫുൾ ശില്പങ്ങളെല്ലാം തന്നെ അവർ തടിയിലാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അയ്യോ സൂം ചെയ്ത് കാണാൻ പറ്റുമോ? ശിവനും പാർവതിയും ഗണപതിയൊക്കെയാണ്. ഗണപതി ഇല്ല, ഗണപതിക്ക് തല വെട്ടുന്നതിന് മുമ്പുള്ള ഗണപതി, ഇതാ കുഞ്ഞു ഗണപതി. 3 മക്കളല്ലേ? അയ്യപ്പനും മുരുകനും ഗണപതി. ഇന്നത്തെ ദിവസം കഴിഞ്ഞിരിക്കുന്നു സൂര്യാസ്തമനത്തോട് കൂടി. നടന്ന് കാലൊക്കെ വേണം. അമ്മച്ചിമാർ അതെ അതെ കറക്റ്റ്. ഞങ്ങൾ പിന്നെ റൂമിലെത്തിയൊന്ന് ഫ്രഷ് ആയതിനു ശേഷം ഒരു ടുക്ടുക്ക് എടുത്ത് ടെർമിനൽ 21 കാണാൻ പോയി കേട്ടോ. ടുക്ടുക്കാണ് അവിടുത്തെ ഒരു ലോക്കൽ വെഹിക്കിൾ കേട്ടോ. അപ്പോൾ അത് ഒരു പെർ ഹെഡ് 10 ബാത്ത് കൊടുക്കുവാണെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും ഇറങ്ങാൻ പറ്റും. അപ്പോൾ അവിടെ പോയപ്പോൾ അവിടെ ഫുഡ് ഫെസ്റ്റ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ അവിടുത്തെ ലോക്കൽ ഫുഡ്സൊക്കെ ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കി. ഇതൊക്കെ അവിടെ കാണുന്ന ചില ഐറ്റംസൊക്കെയാണ് കേട്ടോ. മാംഗോ സ്റ്റിക്കി റൈസ്, ഫ്രൂട്ട്സ്, പിന്നെ നമ്മൾ കണ്ടിട്ടില്ലാത്ത എന്തൊക്കെയോ കുറേ സാധനങ്ങൾ, പിന്നെ ഫിഷിൻ്റെ കുറേ സ്റ്റോള് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര സ്മെല്ലാണ് അങ്ങനെയുള്ള സ്റ്റോളുകളിലൊക്കെ കേട്ടോ. പിന്നെ മെയിനായിട്ട് ഇവർക്ക് ഫ്രൂട്ട്സും ഫ്രൂട്ട് ജ്യൂസസും ഒക്കെയാണ് ഉള്ളത്. ഈ മോളിൻ്റെ ഓരോ ഫ്ലോർസും ഓരോ ടെർമിനൽസ്, ഓരോ കൺട്രീസിൻ്റെ ടെർമിനൽസ് ആയിട്ടൊക്കെയാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ കിട്ടുന്ന ഫുഡ് ഐറ്റംസൊക്കെ ഓരോ ഫ്ലോർസിലും അവൈലബിൾ ആണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഒരു ടുക്ടുക്ക് എടുത്ത് വാക്കിംഗ് സ്ട്രീറ്റ് കാണാൻ പോയി കേട്ടോ. അപ്പം അവിടെയും കുറച്ച് നേരം നടന്നതിന് ശേഷം ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ. ബൈ.